റാന്നി ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിൽ ഹോട്ടൽ നടത്തുന്ന സുധാകുമാരിയും ഭർത്താവിനും ഈ പ്രളയജലത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട കഥയാണ് പറയാനുള്ളത്. അവരുടെ ഉപജീവനമാർഗമായ ഹോട്ടൽ പൂർണ്ണമായും വെള്ളം കയറി നശിച്ച അവസ്ഥയിലാണ്. എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ഞങ്ങൾക്കൊരു നിവർത്തിയില്ല. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ പൈസ എടുക്കാൻ ഞങ്ങളുടെ നിവർത്തിയില്ല. എല്ലാം ഇതിനകത്താക്കി കളഞ്ഞ് ഞങ്ങൾ കടമൊക്കെ എടുത്ത ഒത്തിരി പൈസ കടമെടുത്ത. അത് ഈ ഹോട്ടൽ തുടങ്ങിയിട്ട് എത്ര നാളായി? 4 മാസം. എല്ലാം ലോണും ഒക്കെ എടുത്ത എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാൻ മേല. അല്ല നമ്മളെ കൊണ്ട് എനിക്ക് സുഖമില്ലാത്ത ആശുപത്രി, ഷുഗർ, കോട്ടയത്തെ ചികിത്സ, അങ്ങനെയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് ഞങ്ങൾ ലോണും ഒക്കെ എടുത്താൽ സാറേ ഇത് എടുത്ത് ഇപ്പം ഈ അവസ്ഥയിലായി. കുടുംബശ്രീ നടക്കം ലോൺ എടുത്ത് കട തുടങ്ങിയതാ. അതിപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പം അവർക്ക് അത്തച്ചിട്ടി പൈസയൊക്കെ ഉള്ള അതിപ്പോൾ കൊടുക്കേണ്ടയാ. 19-ാം തീയതി ചിട്ടി അടയ്ക്കേണ്ടിയാ. അതിനൊന്നും ഒരു നിവൃത്തിയില്ല. എന്തെന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കുക. ഞങ്ങൾ രണ്ടും കൂടെ വേറെ ആൾക്കാരെ വെക്കാനുള്ള നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതുപോലും വെളി കളയല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അതുപോലെ കഷ്ടപ്പെടുക. അന്നേരം ഇങ്ങനെ. വീട്ടിലാരൊക്കെ ഉണ്ട്? ഞങ്ങൾ രണ്ടേ ഉള്ളൂ. മക്കളൊക്കെ? ഒരു മോളുണ്ട്, അവളെ കെട്ടിച്ചു. മോൻ ഞങ്ങളുടെ കൂടെ അല്ല. കടമൊക്കെ ഇനി എങ്ങനെ തീർക്കും? ഇത് നിവർത്തിയില്ല. ഞങ്ങൾ ഇനി ഇത് തുടങ്ങാൻ വല്ല നിവർത്തി ആരെങ്കിലും ചെയ്യുവാണെങ്കിൽ വീണ്ടും കഷ്ടപ്പെടാമെന്നുള്ള ഒരു ഇതാ രണ്ടുപേർക്കും. മന്ത്രിയെ കണ്ടിരുന്നു? എന്താ പറഞ്ഞു? മന്ത്രി എന്നോട് പറഞ്ഞു സഹായിക്കാമെന്ന് പറഞ്ഞു. എല്ലാവരെയും സഹായിക്കുമ്പോൾ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞു. ഇന്നലെ MLA വന്നപ്പോഴും ഞാൻ MLA-യോടും പറഞ്ഞായിരുന്നു ഇതുപോലെല്ലാം അമ്മച്ചി വിഷമിക്കേണ്ട, നിങ്ങളീ കഴിവത് സഹായിക്കാമെന്ന് പറഞ്ഞു. ഈ കടയിൽ എന്തൊക്കെ നഷ്ടമായി? എത്ര രൂപയുടെ നഷ്ടം കാണും? അത് പറയാറ് എല്ലാം നശിച്ചു. ഒരാൾക്ക് മൈദ, പിന്നെ ഒരാൾക്ക് അരി, മസാലപ്പൊടി, എല്ലാ സാധനങ്ങളും പോയി. സിലിണ്ടർ 2 പോയി. എല്ലാം നശിച്ചു കിടക്കുക. എല്ലാം വെള്ളത്തിലായിരുന്നു. ബ്രിഡ്ജ്, ഫാന് എല്ലാം വെള്ളത്തിലായി പോയി. ഇനിയിപ്പോൾ പുതിയതായിട്ടൊരു കട ഒന്ന് പുനഃസ്ഥാപിക്കണമെങ്കിൽ എല്ലാം വാങ്ങിക്കണം. ഒരു പൈസ പോലും ഇല്ല. എങ്ങനെയാണ് ദൈവത്തിന് മാത്രം അറിയാൻ. ഞങ്ങളൊരു 3 ദിവസം 4-ാമത്തെ ദിവസം ഉറങ്ങിയിട്ട് അന്നേരം തൊട്ടോട്ട് ആദ്യം പിടിക്കാൻ എന്തോ ചെയ്യുമെന്ന് കയറുന്ന സമയത്ത് അറിഞ്ഞിരുന്നു? ഇല്ല, ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ജീവനും കൊണ്ട് ഓടി. കാരണം ഒന്നും നോക്കാൻ പറ്റില്ല. വെള്ളം ആ റോഡിൽ കയറിയപ്പോഴത്തെ വെള്ളവും കയറി ജീവനും കൊണ്ടുപോയി. അതല്ലേ ഏറ്റവും വലുത്. അങ്ങനെ ഞങ്ങൾക്കൊന്നും മാറ്റാൻ പറ്റാത്ത ഒരവസ്ഥയായിപ്പോയി. അടുക്കള മൊത്തം നശിച്ച് കിടക്കുക. ഇത് തന്നെയാണ് അവരുടെ അവസ്ഥ. വളരെ പരിതാപകരമാണ്. 4 മാസമായിട്ടേ ഉള്ളൂ ഈ കട തുടങ്ങിയിട്ട്. പലയിടത്തു നിന്നും കുടുംബശ്രീ നടക്കം പലയിടത്തു നിന്നും കടം വാങ്ങിയിട്ടാണ്, ലോൺ എടുത്തിട്ടാണ് ഈ കട തുടങ്ങിയത്. പക്ഷേ അത് യാതൊരു വിധത്തിലും ഇത്തരത്തിൽ പ്രളയം വന്ന് നശിക്കുമെന്ന് അവർ ഒരിക്കലും കരുതിയിരുന്നില്ല. എല്ലാം സർവ്വതും നശിച്ചു. ഇനി ഈ കട പൂർണ്ണമായും പുതിയതായി തുടങ്ങണമെങ്കിൽ ഓരോ സാധനവും ആദ്യം തൊട്ട് വാങ്ങണം. വലിയ രീതിയിലുള്ളൊരു നഷ്ടമാണ്. ഏതെങ്കിലും തരത്തിൽ സഹായം ലഭിക്കുമോ എന്നാണ് ഈ പ്രായമായ 2 പേരും കരുതുന്നത്. അത്തരത്തിലുള്ള പ്രതീക്ഷ മാത്രമാണ് അവർക്കുള്ളത്. കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.